വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. കൊഴക്കട്ടയുടെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, മിക്കവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് ടേസ്റ്റി ആയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ കൊഴക്കട്ട ഉണ്ടാക്കാൻ നമുക്കറിയാം, നമുക്ക് ആദ്യം അരിപ്പൊടി വാട്ടിയെടുക്കണം. അതിനുവേണ്ടി വെള്ളത നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് വെള്ളത്തിന് 3 ഗ്ലാസ് അരിപ്പൊടി, അതാണ് കേട്ടോ കണക്ക്. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് പത്തിരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കൊഴക്കട്ട മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് അത് മതിയാവും. ഒരു 8 to 10 കൊഴക്കട്ട നമുക്ക് ഒരു മീഡിയം സൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 1.5 ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പം നമുക്കിതാ തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇത് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഈ അരിപ്പൊടി നമ്മൾ വീട്ടിൽ നിന്ന് പൊടിപ്പിച്ചെടുത്തതല്ല, സ്റ്റോർ ബോട്ടാണ്, വറുത്ത് പാക്ക് ആക്കിയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് പൊടിപ്പിച്ച അരിപ്പൊടി ആണെങ്കിൽ ഒന്ന് വറുത്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത ഉടനെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ട ശർക്കരയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. അത് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് കരിപ്പെട്ടിയാണ്. നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ കരിപ്പെട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഉരുക്കിയെടുക്കണം. ഇത് കംപ്ലീറ്റ് ഒന്നും വേണ്ട, മാക്സിമം ഒരു 3 ടേബിൾ സ്പൂൺ കരിപ്പെട്ടി ഉരുക്കിയത് മതിയാകും. അപ്പോൾ ഞാനിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഇത് അവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് തിളക്കട്ടെ. നമുക്ക് നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി ഒന്ന് നോക്കാം. അത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴയ്ക്കാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. കയ്യും അതേപോലെ ഗ്രീസ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം വേണം അത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് ഇത് കുഴയ്ക്കാറ്. നമ്മളിതൊരു 8 to 10 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ടാവുമോ ഇപ്പോൾ തന്നെ. നമുക്കിപ്പോൾ കയ്യിൽ ഒന്ന് ഓയിൽ തടവിയിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് കൈ ഇടയ്ക്ക് നനച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കിട്ടാൻ. നല്ല ഹാർഡായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, കൊഴക്കട്ട ആവിയിൽ വേവിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല ഹാർഡായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊഴക്കട്ടയ്ക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടും കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അങ്ങനെയല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് 2 പോർഷനായിട്ടാണ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുള്ളത്. വലിയ പോർഷന് പത്തിരിക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പത്തിരി കൂടി ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ചെറിയ പോർഷന് നമുക്ക് കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ശർക്കര ഉരുക്കിയത് നോക്കാം. കരിപ്പെട്ടി നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് വേറൊരു ജാറിലേക്ക്, ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് 2-3 സ്പൂൺ മാത്രം എടുത്താൽ മതി, 2-3 ടേബിൾ സ്പൂൺ. പിന്നെ ഫില്ലിങ്ങിലേക്ക് വേറൊരു കാര്യം ഇവിടെ റെഡിയാക്കുന്നുണ്ട്. കശുവണ്ടിയാണ്. ചിലർ കശുവണ്ടി നെയ്യിൽ വറുത്തിട്ട് ചേർക്കാറുണ്ട്. പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല ചേർക്കുന്നത്. ഇവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ആക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴക്കട്ട ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ ചെറിയ കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ കശുവണ്ടി ഡയറക്റ്റ് അങ്ങനെ ചേർത്ത് കൊടുക്കാത്ത, പൗഡറാക്കി കൊടുക്കുന്നത്. അപ്പോൾ കശുവണ്ടിൻ്റെ കൂടെ കുറച്ച് വാൾനട്ട്സും കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് നട്ട്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ളിലെത്തിക്കാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ വാൾനട്ട്സ് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ വറുത്ത് പൊടിച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റെഡിയാക്കുന്നത്. ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുക്കുകയാണ്. നെയ്യ് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കശുവണ്ടി പൊടിച്ച് ചേർക്കുന്നുണ്ടെന്ന്. അതിൻ്റെ അളവുള്ളതുകൊണ്ട് നമ്മൾ തേങ്ങ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കശുവണ്ടി ഇങ്ങനെ അല്ല ചേർക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പോളം തേങ്ങ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ നല്ലപോലെ നെയ്യിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ ശർക്കരയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ നമ്മൾ നെയ്യ് വറുക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും വാൾനട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 8 ബോൾസ് ആണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ ബോൾസ് ഒരു മീഡിയം സൈസ് ബോൾസ് ആണ്. അപ്പോൾ ഈ ബോൾസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിന് ഓരോ ബോളിനകത്ത് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബോൾ എടുത്തിട്ട് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ബോളിൻ്റെ സൈസിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അധികം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്താലും പൊട്ടി വരും. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് ഓയിൽ യൂസ് ചെയ്തിട്ട്, അതായത് നെയ്യോ ഓയിലോ യൂസ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നാലാണ് നമുക്കിത് കംപ്ലീറ്റ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇത് നല്ലപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഫില്ലിങ് കൂടി ബാക്കിയുണ്ട്. അപ്പം നമുക്ക് ഈ ബാക്കിയുള്ള ഫില്ലിങ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആക്കി വെച്ചിട്ടുള്ള കുഴക്കട്ടകൾ ആവിയിൽ വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് ഏത് പാത്രമാണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ഓട്ടയുള്ള പാത്രം എടുത്തിട്ട് ഇതിനകത്താണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഇറക്കി വെച്ചെടുക്കാം. ഇതൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഓയിൽ യൂസ് ചെയ്തിട്ടൊന്ന് തടവിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുഴക്കട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ആദ്യം തിളപ്പിക്കണം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 8 to 10 മിനിറ്റ് വരെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൊഴക്കട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് തണുത്തതിന് ശേഷമായിരിക്കും അത് കട്ടിയായിട്ട് കിട്ടുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ കൊഴക്കട്ട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള വളരെ ടേസ്റ്റിയർ ആയിട്ടുള്ള ഒരു കൊഴക്കട്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.